ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ വിഞ്ചർ വൈബ്സ്. അപ്പോൾ ഇന്നൊരു വാട്ടേറ്റിൻ്റെയും സിമ്പിൾ ഡേ ഒക്കെയാണ് കേട്ടോ. സോ ഇന്ന് വന്നിട്ട് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രൈപോഡ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് മറ്റേ 300 ആണ് കേട്ടോ. സോ അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് എന്താ 300-നുള്ള വേർത്തിയാണോ, പിന്നെ എന്താ സംഭവം, എത്ര ഹൈറ്റ് വരുന്നുണ്ട്. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 160 സെൻറ്റിമീറ്റർ ആണ് ഇതിന് വരുന്നത്. സോ ഞാനത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് വേഗം എക്സൈറ്റഡ് കൊണ്ടേ വേഗം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനായിട്ട് ഞാൻ എന്തൊക്കെയോ ഇതൊക്കെ ആവുന്നുണ്ട്. ഭയങ്കര ഇതൊക്കെ എനിക്ക് ടെൻഷനും ഉണ്ട്, ഇതിന് എന്തെങ്കിലും ആയി പോകുമോ എന്നുള്ളൊരു പേടിയും ഉണ്ട്. അതായത് വരുന്നതൊക്കെ ഇപ്പോൾ വെവ്വേറെയാണല്ലോ, ഒന്ന് ഓർഡർ എടുത്ത് ഒന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതാ വേറെ ഒന്നല്ല കയ്യിൽ കിട്ടിയത് അത് തന്നെയാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 160 സെൻറ്റിമീറ്റർ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു നോർമൽ ഇതൊക്കെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ പപ്പടവും ചോറും മീൻകറിയും തൈരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം കഴിഞ്ഞിട്ട് മെറൻ്റെ കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മെറൻ്റെ എപ്പോഴും കുടിക്കരുത് കേട്ടോ. സോ പിന്നെ ഞാൻ വെച്ചാൽ എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം, ഒന്ന് അടിച്ചാൽ തുടയ്ക്കാൻ മേലെ. സാധാരണ അമ്മയാണ് ചെയ്യാറുള്ളത്. സോ ഞാൻ ചുമ്മാ ഒന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഉണ്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. സോ ഇതാണ് ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ ഓർഡറൊക്കെ വന്നിട്ട് കുറച്ച് അലമ്പായിട്ട് കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. സോ ഈ ഒരു പൗച്ച് ഞാൻ കടിൽ കൗഡിൻ്റെ വീഡിയോ കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. അടിപൊളി പൗച്ചൊക്കെയാണ്. പക്ഷേ വേഗം ചളിയൊക്കെ ആവും കേട്ടോ. സ്കൂൾ യൂസേഴ്സിന് വേഗം ചളിയാവും, അതുവരെ കാര്യം. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും കൂടി പറയണമല്ലോ, പറയുമ്പോൾ അവർ പറയുന്നുണ്ട്. സോ ഞാൻ എല്ലാം പെരുക്കി എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. വേഗം ക്ലീനാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നൊക്കെ ഇതാണ്. പിന്നെ എൻ്റെ റൂം കണ്ടാലോ, ഇതാണ് എൻ്റെ ഒരു സ്റ്റഡി കോമ്പൗണ്ട്. സോ അതാണ് എൻ്റെ ടേബിൾ. സോ ഞാൻ മേക്ക് ഓവർ ചെയ്ത് എടുത്തിട്ടുണ്ട്, എങ്ങനെ കടിക്കിപ്പറിക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ബെഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സോ ഇതല്ല ബെഡ്ഷീറ്റ് വേറെയാണ്, തിരുമ്പടിക്കണം. അപ്പോൾ ഞാൻ എടുക്കാതെ വെച്ചു. പിന്നെ ഇതാണ് ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ. ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടാണ് കേട്ടോ. മേക്ക് ഓവറൊന്നും പറയാൻ പറ്റില്ല, ഉള്ള സാധനങ്ങളൊന്ന് അടുക്കി പെറുക്കി വെച്ച് ഒന്ന് റെഡിയാക്കി എടുത്തു, അത്രയൊക്കെ തന്നെയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് അടിച്ച് വരണം പറഞ്ഞിട്ട് അവിടേക്ക് ഒന്ന് അടിച്ച് വരണം. എൻ്റെ റൂം മുകളിൽ മൊത്തം ഒന്ന് അടിച്ച് വരികയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം അവിടെ ചെയ്തുകൊണ്ട് ഓൾറെഡി തലേന്ന് തന്നെ വന്നിട്ട് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടു, അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ പിന്നെ തുടയായി അടി കഴിഞ്ഞു. പിന്നെ തുടയായി ഫുള്ള് തുടച്ചൊന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പം ഓപ്പൺ ടെറസിൻ്റെ കാര്യം ഓർമ്മ വന്ന് തുടക്കണേന്. പിന്നെ ഞാൻ വേഗം പോയിട്ട് ഓപ്പൺ ടെറസൊക്കെ ഒന്ന് അടിച്ച് വാരി ഇടുകയാണ് കേട്ടോ. കാരണം കുറച്ച് കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്തിടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഇറങ്ങി തിരിച്ചതാണ്. സോ വേഗം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാറുണ്ട്. കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സോ അതിന് എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് എന്ന് സത്യം പറയണമെങ്കിൽ. സോ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ താഴേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. താഴെ പോയിട്ട് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ എടുത്ത് കുറിക്കുക എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇറങ്ങിക്കൊണ്ട് അടിക്കാണ്ട് സ്റ്റെപ്പ് നമുക്ക് 2 സെറ്റ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് ലാൻഡിങ്, പിന്നെ വീണ്ടും പോകണം. സോ ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പ്. ഓക്കേ, എത്തിയില്ല, സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവിടുത്തെ എൻ്റെ മസിൽ ഫ്രണ്ട് വിളിച്ചിട്ട് നോട്ട് എഴുതുന്നില്ലേ എന്ന് ഓർമ്മിച്ചത്. അപ്പോൾ ഞാൻ മസിൽ നോട്ട് ഉണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ മറിൻ്റെ കൊണ്ടുവന്നത്. പിന്നെ ഞാൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തിരിയും കൂടി എടുത്ത് കുടിക്കാനാന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഇത്തിരി വെക്കുന്നുണ്ട്. സോ സൈഡൊക്കെ വെച്ചിട്ട് അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് വേഗം എഴുതാൻ വേണ്ടി നോക്കുകയാണ്. നാളെ ചീത്ത പറയും. സോ ഞാൻ വേഗം നോട്ടൊക്കെ എടുത്ത് എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ്. എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനെപ്പോഴാണ് ശ്രദ്ധിച്ചത്, എൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ അടുത്ത കയ്യിൽ എഴുതുന്ന പോലെ എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. സോ എഴുതാൻ വേണ്ടിയിട്ട് ബുക്കൊക്കെ എടുത്ത് എഴുതുകയാണ്. കുറച്ച് ഓൾറെഡി ഞാൻ 4 സെൻറ്റൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി, അതങ്ങനെ വെച്ചിട്ട് മറന്നുപോയി. പിന്നെ അവൾ വിളിച്ചപ്പോഴാണ് അല്ലേ എഴുതാണ്ട് എന്ന് ചോദിച്ചാൽ. അവളുടെ നോട്ട് എൻ്റെ കയ്യിലാണ് പെട്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ എഴുതിയിട്ട് നാളെ കൊണ്ടുവന്ന് അതിൽ ഒട്ടിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിറയെ എഴുതാണ്ടായിരുന്നു, കുറേ എഴുതാണ്ടായിരുന്നു. സോ ഞാൻ അതൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ അതിനിടയിൽ കൂടെ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഇന്നിപ്പം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം ഇരിക്കുന്നുണ്ട്. പിന്നെ അതിനിടയിൽ കൂടെ 7up പേസ്മാരിൻ്റെയൊക്കെ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു, എനിക്ക് ദോശ ആപ്പം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പമൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ഇന്നത്തെ ഒരു ദിവസം ഒരു അടിപൊളി ഫുഡൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പാപ്പൊക്കെ കഴിച്ചുകൊണ്ട് മെല്ലെ എല്ലാവരും അടുത്തടുത്തിരിക്കുന്നുണ്ട്, കാണുന്നില്ല എന്നേ ഉള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.